ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വറുത്തെടുക്കാമെന്നൊന്ന് നോക്കാം. പച്ച പാവയ്ക്കയാണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാവയ്ക്ക നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ നല്ലവണ്ണം കുടഞ്ഞു കളയണേ. എന്നിട്ടിത് വട്ടത്തിൽ മുറിച്ചെടുക്കണം. വട്ടത്തിൽ കനം കുറച്ച് മുറിക്കണേ. അപ്പം ഞാനിതിൻ്റെ കായൊന്നും കളയുന്നില്ല. ഇതുപോലെ മൊത്തമായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുവാണേ. കാ കളയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി കളഞ്ഞാൽ മതി. ഇതിപ്പോൾ നല്ല മൂക്കാത്ത പാവയ്ക്കയാണേ, കിളുന്ത് പാവയ്ക്കയാണ്. അപ്പോൾ ആ കായ അങ്ങോട്ട് അരിഞ്ഞു പോരുന്നുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിന് പറയത്തക്ക കയ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരല്പം തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഉണക്കമുളക്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പാവയ്ക്കയുടെ അളവനുസരിച്ചിട്ട് വേണേൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 പാവയ്ക്ക ഉള്ളത് കൊണ്ട് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതിയേ. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ വറക്കാൻ നേരത്ത് എണ്ണ ഒഴിക്കുമ്പം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് തിരുമ്മിക്കൂട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ മതിയേ, നമ്മൾ അരിയൊക്കെ പേറ്റുന്ന പോലെ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ മുളകും ഉപ്പും ഒക്കെ പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം വറുത്തെടുക്കുമ്പം നല്ല മുരിഞ്ഞിരിക്കുവേ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തണുത്തൊന്നും പോകില്ല. അപ്പം ഞാനിവിടെ ടീസ്പൂണിലാണ് ഇടണേ. ടീസ്പൂണിലിടുന്നതുകൊണ്ട് ഒരല്പം കൂടുതലിട്ട്, അല്ലെങ്കിൽ 2 സ്പൂൺ ഇട്ടാൽ മതി. 2 സ്പൂൺ നിറച്ചിടണേ. ഇതിപ്പോൾ അളവ് കൂടുതലുണ്ടല്ലോ പാവയ്ക്കയുടെ, അതുകൊണ്ടാണ് 2 സ്പൂൺ നിറച്ചിടണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുക്കണേ. എന്നിട്ട് കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ ഉൾഭാഗത്തേക്കൊന്നും പൊടി ആവില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. സ്പൂണിലുള്ള നെയ്യൊക്കെ അങ്ങോട്ട് ഊർന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ആ സ്പൂണിലുണ്ടായ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണേ. നല്ല മുരിഞ്ഞു വരണം. ആ നെയ്യിലും വെളിച്ചെണ്ണയിലും കിടന്ന് നല്ലതുപോലെ മുരിയണം. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ തേങ്ങാക്കൊത്ത് കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആ തേങ്ങാക്കൊത്തിലേക്ക് ഉപ്പൊക്കെ പിടിക്കുമ്പം ഒരു പ്രത്യേക രുചിയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരാം.
നല്ല വെള്ളമില്ലാത്ത തേങ്ങയായിരിക്കണേ. നല്ല ഉണക്കത്തേങ്ങയാണെങ്കിൽ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും. പച്ചത്തേങ്ങയാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടില്ല. ഇപ്പം എല്ലാം കോരിയെടുത്തേ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും തേങ്ങ മുരിഞ്ഞ പോലെ തന്നെ നല്ലതുപോലെ മുരിച്ചെടുക്കാം. അപ്പോൾ കറിയിലൊക്കെ കറിവേപ്പില ഇട്ടാൽ അങ്ങോട്ട് കളയുമല്ലേ നമ്മൾ ചെയ്യണേ അവസാനം. ഇതാവുമ്പം ഈ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് കഴിക്കാം, നല്ല മുരിഞ്ഞതായതുകൊണ്ട്. ഒത്തിരി അങ്ങോട്ട് നിറം മാറിപ്പോവണ്ട. ഇനി ഇതിലേക്കൊരു 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊട്ടിക്കാതെയാണ് ഇട്ടത്. പൊട്ടിച്ചിടണമെങ്കിൽ അങ്ങനെയും ഇടാം. അപ്പോൾ കറിവേപ്പിലയുടെ പച്ച നിറം മാറിപ്പോകാത്ത വിധത്തിൽ കോരിയെടുക്കണേ. മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം, അല്ലെങ്കിൽ ആ നിറം അങ്ങോട്ട് മാറിപ്പോകും. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സവാള വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കനം കുറച്ച്. അതും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ കനം കുറക്കണേ, എന്നാലാണ് നല്ല മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. എങ്ങനെ വേണമെങ്കിലും നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞത്. ഇത് നല്ലതുപോലെ മുരിയട്ടെ അവിടെ കിടന്ന്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തേങ്ങ മുരിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതും നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേതേ കൂടെ ഒന്ന് കീറിയിട്ടുണ്ട് പതുക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക കഴിക്കുമ്പം ഈ മുളകും വേണമെങ്കിൽ എരിവിന് വേണമെങ്കിൽ കടിച്ച് കഴിക്കാം. ഞാൻ ഒത്തിരി നിറമൊന്നും മാറ്റിക്കളയുന്നില്ല. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഈ പാവയ്ക്ക ഓരോന്നെ പെറുക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഓരോന്നെയാണ് പെറുക്കിയിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവേ. കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വെളിച്ചെണ്ണ കുറച്ചാണേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് വറക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരല്പം നേരം കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ടാൽ മതിയേ. ഇടയ്ക്കൊന്ന് അനക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിട്ട് കോരാം. നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോരിയെടുക്കാൻ നേരത്തെ ആ പൊടിയൊക്കെ ഇങ്ങോട്ട് കോരിയെടുത്തോളണേ. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഇടുന്നത് കൊണ്ട് ഇത്തിരി താമസം ഉണ്ടാകുമേ. അല്ലെങ്കിൽ നമ്മളിത് ഒരു അരപ്പാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറേശ്ശെ അങ്ങോട്ട് വറുത്തെടുത്താൽ മതിയല്ലോ. ഇനി നമുക്കൊരല്പം നേരം കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് കോരിയെടുക്കാം. നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആ കായിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ അകത്തെ. അപ്പോൾ അത് ഈ കായൊക്കെ ഇങ്ങനെ ചെറിയ വലിയ കായാണെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിട്ട് വിട്ട് പോരുവേ. ഇതിലധികം കായൊന്നുമില്ലായിരുന്നു, ഉള്ളതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്കിതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക വറുത്തതിലേക്ക് സവാള വറുത്തതും തേങ്ങ വറുത്തതും മുളക് വറുത്തതും കറിവേപ്പില വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് മറിച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് കയ്പ്പൊന്നുമില്ല. കയ്പ്പ് ഒരു നേരിയ കയ്പ്പുണ്ടെങ്കിലും അതിനും ഒരു രസമുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പാവയ്ക്ക കിട്ടുമ്പം ഒന്നുണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.